So today we are going to discuss about p-type semiconductor and its energy band diagram. So last class നമ്മൾ എന്താണ് നോക്കിയത് n-type semiconductor ആയിരുന്നു അതിന്റെ energy band diagram നോക്കി n-type semiconductorലെ majority carriers electrons ആണ് എന്ന് നമ്മൾ പഠിച്ചു minority carriers holes ആണ് pentavalent impurity വെച്ചാണ് n-type semiconductorലെ ഡോപ്പ് ചെയ്യാം നമ്മൾ എക്സാമ്പിൾ കണ്ടത് സിലിക്കണിന്റെ ഒപ്പം എന്താണ് ആഡ് ചെയ്തിരുന്നത് സിലിക്കണിന്റെ ഒപ്പം ഫോസ്ഫറസ് ആണ് ആഡ് ചെയ്തത് ഓക്കേ ഇനി നമ്മൾ p-type semiconductor ആണ് നോക്കുന്നത് സോ p-type semiconductor എങ്ങനെയാണ് ഫോം ചെയ്യുക a p-type semiconductor is produced when a pure semiconductor is doped with a trivalent impurity such as boron അതായത് p-type semiconductor നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സിലിക്കണിന്റെ ഒപ്പം എന്ത് വെച്ച് ഡോപ്പ് ചെയ്യും trivalent impurity എക്സാമ്പിൾ boron gallium indium അലുമിനിയം ഇതൊക്കെ എക്സാമ്പിൾ ആണ് ഓക്കേ അപ്പോൾ നമ്മൾ ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ബോറോൺ ആണ് എന്താണ് അവരുടെ പ്രത്യേകത വാലൻസി 3 ആണ് അല്ലേ കോൺഫിഗറേഷൻ ഗ്രൂപ്പ് 13 ആണ് കോൺഫിഗറേഷൻ വരുന്നത് 2 8 3 സോ വാലൻസി എന്താണ് 3 ആണ് വാലൻസി ഇനി ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ജർമ്മേനിയം സെമികണ്ടക്ടർ സോ നമ്മൾ ഇവിടെ ബോറോൺ ആണ് ഡോപ്പ് ചെയ്യുക ട്ടോ ബോറോൺ വെച്ച് നമ്മൾ ഡോപ്പ് ചെയ്യുന്നു ജർമ്മേനിയം സെമികണ്ടക്ടറിൽ ബോറോൺ ആഡ് ചെയ്യുമ്പോൾ ബോറോൺ എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് സോ വാലൻസി എന്താണ് 3 ആണ് സോ ബോറോണിലെ 3 ഇലക്ട്രോൺസ് ജർമ്മേനിയത്തിലെ 3 ഇലക്ട്രോൺ ആയിട്ട് ഷെയർഡ് ആണ് ഇനി 3 വാലൻസിയേ ഉള്ളൂ ബോറോണിന് പക്ഷേ സിലിക്കണിന് എന്താണ് സിലിക്കണിന്റെ വാലൻസി നമുക്കറിയാം 4 ആണ് സിലിക്കണിന് 4 ആണ് സോ നമുക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 8 വേണം ഇവിടെ ഇപ്പോൾ 3 ബോറോണിൻ്റെയും 4 സിലിക്കണിൻ്റെയും 7 ആയിട്ടുള്ളൂ സോ നോക്കി ഇവിടെ 4th ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡെഫിഷ്യൻ്റ് ആണ് കാരണം ബോറോണിന് 3 ആണ് വാലൻസി സോ 4th ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അപ്പോൾ അവിടെ ഹോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുക സോ അവിടെ 4th ഇലക്ട്രോൺ സിലിക്കണിന് ഷെയർ ചെയ്യാൻ ഇവിടെ ഇലക്ട്രോൺ ഇല്ല സോ ഓൺ അപ്ലൈ സ്മോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ എനർജി റൂം ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്താണ് ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്താൽ അവിടുത്തെ ഇലക്ട്രോണിന് ഈ ഹോളിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും അവിടുത്തെ ഇവിടുത്തെ ഇലക്ട്രോൺ ഈ ഹോളിലോട്ട് ജമ്പ് ചെയ്താൽ പിന്നെ എന്ത് പറ്റും ഇവിടെ ആ ഹോൾ ഇവിടേക്ക് മൈഗ്രേറ്റ് ആവും ഓക്കെ ഇനി ഈ ഹോളിലോട്ട് ഇവിടെയുള്ള ഹോളിലോട്ട് പിന്നെ വേറെ ബോണ്ടിൽ കിടക്കുന്ന ഇലക്ട്രോൺ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ പിന്നെ ഇവിടെ വരും ഓക്കെ അങ്ങനെ ഹോൾ ഇവിടെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ നമുക്ക് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഹോളിലോട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബോണ്ടിലെ ഇലക്ട്രോൺ വന്ന് ജമ്പ് ചെയ്യുമ്പോൾ ആ ഹോളിലോട്ട് വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ബോറോണിന് ശരിക്കും ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ബോറോൺ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ എന്താണ് ആവുന്നത് നമ്മൾ എൻ ടൈപ്പിൽ പഠിച്ചു ഫോസ്ഫറസ് ലോസ് ഓഫ് ഇലക്ട്രോൺ കാരണം പോസിറ്റീവ് ഇമ്പ്യൂരിറ്റി ആണാവും എക്സ്ട്രാ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു ഡോണർ ആയെന്ന് പഠിച്ചു ഇവിടെ ബോറോൺ ഡെഫിഷ്യൻ്റ് ആയോടുത്ത് ഒരു ഇലക്ട്രോൺ വാങ്ങിക്കുവാണ് അപ്പോൾ അത് നെഗറ്റീവ് ഇമ്പ്യൂരിറ്റി ആയണാവും നെഗറ്റീവ് അക്സെപ്റ്റർ ആയണാവും എന്താവും നെഗറ്റീവ് അക്സെപ്റ്റർ അയണായിട്ട് മാറും ഓക്കെ നോക്കാം when an electron from neighboring atom acquires energy and jumps into the vacancy to form the fourth bond നമ്മളിപ്പോൾ പറഞ്ഞതാണ് നെയ്ബറിംഗ് ആറ്റത്തിൽ കിടക്കുന്ന ഇലക്ട്രോൺ ഈ ഹോളിലോട്ട് ബോറോണിന്റെ ഡെഫിഷ്യൻസിയിലോട്ട് ജമ്പ് ചെയ്താൽ അവിടെ ഒരു ഹോൾ എവിടെ നിന്നാണോ ജമ്പ് ചെയ്താൽ അവിടെ ഒരു ഹോളാവും the boron atom having acquired an additional electron become negative ion the hole can move freely in the valence band whereas impurity ion is fixed in the position by covalent bonds നമുക്കറിയാം ഹോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അടുത്ത് കിടക്കുന്ന ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺ ഈ ഹോളിലോട്ട് വരുന്നു ആ എവിടെ നിന്നാണോ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുക അവിടെ ഹോൾ വരുന്നു ഹോൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബോറോൺ നെഗറ്റീവ് അയൺ ആയി നെഗറ്റീവ് ഫിക്സഡ് അയൺ എന്ത് അയൺ ആയിട്ടാണ് മാറുന്നത് അക്സെപ്റ്റർ അയൺ ആയിട്ടാണ് മാറുന്നത് നെഗറ്റീവ് അക്സെപ്റ്റർ അയൺ ആയിട്ടാണ് മാറുന്നത് കാരണം ബോറോൺ അക്സെപ്റ്റ് ചെയ്യാണ് ഇലക്ട്രോണിനെ ഓക്കെ
The acceptor impurity atoms produce holes without simultaneous generation of electrons in the conduction band. ഇവിടെ ബോറോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കണ്ടക്ഷൻ ബാൻഡിൽ എന്താണ് ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബോറോൺ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ബോറോൺ നെഗറ്റീവ് അയണായി മാറുന്നു, ഹോള് മൂവ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എനർജി ബാൻഡ് ഡയഗ്രാം. എങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരാൻ നോക്കാം. സോ നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, രണ്ട് ബാൻഡ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്, ബോറോൺ ആറ്റം. ബോറോൺ ആറ്റം എന്ന് പറയുന്നത് എന്താണത്, അക്സെപ്റ്റർ ആയിട്ടാണ്. അക്സെപ്റ്റർ നെഗറ്റീവ് ഇമ്പ്യൂരിറ്റി അയണാണ് അക്സെപ്റ്റർ. അതായത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് അല്ലേ, ഡെഫിഷ്യൻസി ആയതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. സോ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിനെ ബോറോൺ ആറ്റം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ബോറോൺ എന്തായി മാറും, ബോറോൺ നെഗറ്റീവ് അയണായി മാറും. സോ അതുകൊണ്ട് തന്നെ ബോറോണിൻ്റെ എനർജി ലെവലിനെ നമ്മൾ വിളിക്കുന്നത് അക്സെപ്റ്റർ എനർജി ലെവൽ എന്നാണ്. അത് എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കാം, നിയറർ ടു ദി വാലൻസ് ബാൻഡ് ആയിരിക്കും. കാരണം എന്താണ്, ഒരു ചെറിയ എമൗണ്ട് ഓഫ് തെർമൽ എനർജി ഉണ്ടെങ്കിൽ തന്നെ വാലൻസ് ബാൻഡിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയിലോട്ട് ജമ്പ് ചെയ്യും. സോ ബോറോൺ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. ഹോള് ഇവിടെ വാലൻസ് ബാൻഡിൽ അതനുസരിച്ച് ഹോൾസ് ഉണ്ടായിരിക്കും. ബോറോൺ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെ അക്സെപ്റ്റർ എനർജി ലെവൽ എന്ന് വിളിക്കും. ഓക്കെ, ബോറോണിൻ്റെ ചാർജ് എന്താവും, നെഗറ്റീവ് അയണം. ഇവിടെ രണ്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്തു, രണ്ട് നെഗറ്റീവ് അയണായി. ഓക്കെ, ഇനി അതുകൂടാതെ എങ്ങനെയുണ്ടാവും ഹോൾസ്, ഇൻട്രിൻസിക്കലി ജനറേറ്റഡ്. സ്മോൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വാലൻസ് ബാൻഡിൽ ഉള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. സോ ഇവിടെ ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ പോയി, അതനുസരിച്ച് ഹോളുണ്ട്. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെ എണ്ണമായിരിക്കും കൂടുതൽ, ഹോൾസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഹോൾസ് കൂടുതലായിട്ടുണ്ട്, ഇലക്ട്രോൺസ് കുറവായിരിക്കും. സോ ഇതിൽ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആണ്. കാരണം ഡെഫിഷ്യൻസി കാരണം ഹോൾസ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ്, ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹോൾസ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് ആണല്ലോ. സോ അതുകൊണ്ട് നമ്മളതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നു. എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എനർജി ബാൻഡ് ഡയഗ്രാം. As even small amount of thermal energy can make an electron in the valence band jump into the acceptor level. The acceptor levels are expected to be located very near to the top edge of the valence band. അതായത് ചെറിയ എമൗണ്ട് ഓഫ് തെർമൽ എനർജി ഉണ്ടെങ്കിൽ തന്നെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണിന് അക്സെപ്റ്റർ ലെവലിലോട്ട് മാറാൻ പറ്റും. സോ അക്സെപ്റ്റർ ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിൻ്റെ നിയറർ ആയിരിക്കും. At ordinary temperature, holes and electrons are produced due to intrinsic process. ഹോൾസും ഇലക്ട്രോൺസും എങ്ങനെ വരും, ഇൻട്രിൻസിക് പ്രോസസ്സ് വഴി ഉണ്ടാകും. സോ ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസിൻ്റെ എണ്ണം ഇലക്ട്രോൺസിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, therefore holes constitute majority carriers and electrons are the minority carriers. ഹോൾസ് എന്ന് പറയുന്നത് മെജോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും, ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും. As positively charged carriers are mainly contributing to conduction process, this type of semiconductor is known as p-type semiconductor. അപ്പോൾ ഇവിടെ ഹോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് നമ്മൾ വിളിക്കും. പി സിഗ്നിഫൈസ് പോസിറ്റീവ് സൈൻ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ്. സോ ഇങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ